കമ്പാരിസൺ നമ്മുടെ ലൈഫിലുള്ള ഏറ്റവും വലിയൊരു മെന്റൽ ക്യാൻസറാണ്, ഏറ്റവും വലിയൊരു പോയിസൺ ആണ്. നമ്മൾ ജനിച്ച നിമിഷം മുതൽ നമ്മുടെ സൊസൈറ്റി നമ്മളെ കമ്പയർ ചെയ്യാൻ തുടങ്ങുകയാണ്. അയാളുടെ കുട്ടി നടക്കാൻ തുടങ്ങി, നിന്റെ എന്താ നടക്കാത്തത്? അയാൾക്ക് ടോപ്പ് റാങ്ക് കിട്ടി, നിനക്കെന്താ കിട്ടാത്തത്? ഓൾക്ക് നല്ല ജോബ് കിട്ടി, നിനക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല? അവരൊക്കെ വെൽ സെറ്റിലായി, നീ എന്തുകൊണ്ട് ഇപ്പോഴും സെറ്റിലായില്ല? ഇങ്ങനെ തുടങ്ങിയ കുറേ കമ്പാരിസൺ ആണ്. നമ്മൾ ഇന്ന് നമ്മുടെ ലൈഫിൽ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൈസിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സൊസൈറ്റി മറ്റൊരാളുടെ മെഷർമെന്റിൽ നമ്മളെ മെഷർ ചെയ്യുന്നു എന്നുള്ളതാണ്. ലോജിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ സക്സസ് ടൈമിൽ ഒരിക്കലും മറ്റൊരാളുടെ സക്സസിനോട് ഒത്തു വന്നോളന്നില്ല. നമ്മളൊക്കെ ഫ്ലവേഴ്സിനെ പോലെയാണ്. ഒരാൾ ആദ്യം വിരിയും, മറ്റൊരാൾ കുറച്ച് കഴിഞ്ഞിട്ട് വിരിയും. പക്ഷെ ഫൈനലി എല്ലാ ഫ്ലവേഴ്സിനും അതിൻ്റെതായിട്ടുള്ള സീസൺ ഉണ്ടായിരിക്കും. നമ്മൾ മറ്റൊരാളുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്തിട്ട് കരയുന്ന സമയത്ത് ശരിക്കും നമ്മുടെ റബ്ബ് നമുക്ക് തന്നിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ബ്ലെസ്സിങ്സിനെ നമ്മൾ കാണാതെ പോവാണ്. പലസ്തീനിലെയും സുഡാനിലെയും ഒക്കെ കുട്ടികൾ അനുഭവിക്കുന്ന ക്രൈസിസ് നമ്മൾ വീഡിയോസിലൂടെ കാണുന്ന സമയത്ത് ശരിക്കും നമ്മുടെ ബ്ലെസ്സിങ്സിനെ കുറിച്ചിട്ട് നമ്മൾ കോൺഷ്യസ് ആവുകയാണ് ചെയ്യേണ്ടത്, കമ്പയർ ചെയ്യല്ല വേണ്ടത്. അതുകൊണ്ട് നമ്മൾ കമ്പാരിസൺ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. നമ്മുടെ വേഗതയിൽ നമ്മൾ നടക്കാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ റബ്ബ് നമുക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള പ്ലാനിങ്ങും ടൈമിങ്ങും ഒക്കെ സംവിധാനിച്ച് വെച്ചിട്ടുണ്ട്. സോ ഓൾവേസ് ട്രസ്റ്റ് യുവർ റബ്ബ്.